ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് ഏകദേശം ഒരു 10 കിലോമീറ്റർ അകലത്തിൽ നെടുമുണ്ട ടൗണിന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അകലത്തിൽ വള്ളിക്കുരുമ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെക്കണം. ഈ കാണുന്ന ഒരു 42 സെൻറ്റ് സ്ഥലം, അതിനകത്ത് 1100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമൊക്കെ ഉള്ള ഈ കാണുന്ന ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ ചില പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്തുകൊണ്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യമൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡ് വരുന്നത് നമുക്ക് നെടുമുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ടൗണിൽ നിന്ന് വരുന്ന റോഡാണ് കേട്ടോ. നെടുമുണ്ടയിൽ ഏകദേശം 1/2 കിലോമീറ്റർ ആണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ വള്ളിക്കുരുമ്പ എന്നാണ് നമ്മളെ ഈ സ്ഥലത്തിന്റെ പേര് കേട്ടോ. നമ്മളെ സ്ഥലത്തിന്റെ പഞ്ചായത്ത് കുറുമാത്തൂർ പഞ്ചായത്തും അതുപോലെ തന്നെ കുറുമാത്തൂർ വില്ലേജിലും പെട്ട സ്ഥലമാണ്. തളിപ്പറമ്പ് താലൂക്കിലും പെട്ടുള്ള സ്ഥലമാണ്. തളിപ്പറമ്പ് ടൗണിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ വെറും 10 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. നമുക്ക് ബസ് റൂട്ടിലോട്ട് നമുക്ക് വെറും 1/2 കിലോമീറ്റർ മാത്രം നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്തൊക്കെ വീടുകളുണ്ട്, അയൽവാസികളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ടാക്കുന്നത്. അവിടെ വീടുണ്ട്, ഇവിടെ വീടുണ്ട്. നമ്മുടെ സ്ഥലത്തിന്റെ അതിൽ ഇവിടുന്ന് തുടങ്ങണം കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടെ തന്നെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടേജ് അതിൽ നമുക്കിപ്പോൾ ഇവിടുന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ വണ്ടി നിൽക്കണ കുറച്ച് അവിടെ വരെ നമുക്ക് ഫ്രണ്ടേജ് അതിരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടൊക്കെ നമുക്ക് കാണാൻ അങ്ങോട്ട് വരും. പിന്നെ നമ്മളെ പ്ലോട്ടിനകത്തുള്ള വീടാണ് ഈ കാണുന്നത് കേട്ടോ. മൊത്തം 3 ബെഡ്റൂമൊക്കെ ഉള്ള വീടാണ്. നല്ലൊരു വീട് തന്നെയാണ്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാൻ പാകത്തിനുള്ള നല്ലൊരു വീട് തന്നെയാണ്. വീടിൻ്റെ മുറ്റത്തോട്ട് നമുക്ക് കാറോ ഓട്ടോറിക്ഷയോ ബൈക്കോ ഏത് വേണേലും കൊണ്ടുപോയി നിർത്താനുള്ള വഴി സൗകര്യമുണ്ട്. നമുക്ക് ഇവിടുന്ന് ടാറിംഗ് റോഡ് ഏകദേശം പിന്നെ ഒരു കുറച്ച് മാത്രം അല്ല കുറച്ച് ദൂരം മാത്രം ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ടാറിംഗ് റോഡാണ്. പിന്നെ നമുക്ക് ബസ് റൂട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 1/2 കിലോമീറ്റർ നടക്കാനുള്ള ദൂരം തന്നെ കേട്ടോ. നമ്മുടെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിൽ എൻഡ് കൂടി കാണിച്ചു കൊടുക്കാം നമുക്ക്. നമ്മുടെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിൽ എൻഡ് ഇവിടം വരെ വരുന്നുണ്ട്. ഈ ഒരു മതിൽക്കെട്ടിന്റെ ചുറ്റുഭാഗവും അതിലെല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കണാണ്. ബൗണ്ടറി ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കണാണ്. ഒന്നും അങ്ങോട്ടോ അങ്ങോട്ടോ മാറാനൊന്നുമില്ല. പിന്നെ പറമ്പിന്റെ അതിരുവഴിയിൽ എന്തേപോലെ പ്ലാവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പ്ലാവുണ്ട്, മാവുണ്ട്, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ. അതെ, പിന്നെ ഈ പ്ലാവേ കൂടെ എല്ലാം കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. കുരുമുളകൊക്കെ അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളകെല്ലാം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളെ പ്ലോട്ടിനകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ തെങ്ങുകളൊക്കെ ഏകദേശം ഒരു 10-22ഓളം തെങ്ങുകളുടെ ഒക്കെ നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകൾ തന്നെയാണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരി. ഇനി നമുക്ക് വീട് കാണിച്ചു കൊടുത്താലോ. വീട് കണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് പറമ്പിലെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പോയിട്ട് കാണാം. വീടിന്റെ മുറ്റം വരെ ഏത് വണ്ടി വേണമെങ്കിലും കാറ്, ജീപ്പ്, ഓട്ടോറിക്ഷ, ബൈക്ക് എന്ന് വേണ്ട എല്ലാ വാഹനങ്ങളും വീടിന്റെ മുറ്റത്ത്. ഇപ്പൊ നിലവിൽ 2-3 വണ്ടിയൊക്കെ നിർത്താനുള്ള സ്ഥല സൗകര്യം ഉണ്ട്. ഇങ്ങോട്ടൊരു വണ്ടി നിർത്താൻ വേണമെങ്കിൽ ഇനിയിപ്പോൾ അതല്ല ഈ ഭാഗത്തൊരു വണ്ടി നിർത്താം, ഈ സൈഡിലോട്ട് വേണമെങ്കിൽ ഒരു വണ്ടി എടുത്താൽ അങ്ങനെ 2-3 വണ്ടി നിർത്താനുള്ള സ്ഥല സൗകര്യം നമുക്ക് മുറ്റത്തിനുണ്ട് കേട്ടോ. ഇനി വരെ നമുക്ക് വീട് കാണാം. അപ്പോൾ നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ അവിടെ എല്ലാം ഫുള്ള് ഗ്രില്ലെല്ലാം ഇട്ടിട്ട് നല്ല അടച്ചുറപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സിറ്റ് ഔട്ടിലോട്ടൊന്ന് കയറാങ്ങി ബാ. അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് കേട്ടോ. നിലമൊക്കെ ഫുള്ള് ഗ്രാനൈറ്റ് ഇട്ടേക്കുന്നതാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള സിറ്റ് ഔട്ടാണ്. ഇനി നമുക്ക് റൂമുകൾ കാണാം കേട്ടോ. നമ്മളെ ഒരു വീടിന് മൊത്തം 3 ബെഡ്റൂമാണുള്ളത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യത്തെ ഓഫീസ് റൂമാണ് ഈ കാണുന്നത് കേട്ടോ. റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂമിനതാ. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുണ്ട്. പിന്നെ ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടിയും വരുന്നുണ്ട്. റൂഫൊക്കെ ഫുള്ള് നീറ്റ് തന്നെയാണ്. ലീക്കോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഈ ഭാഗത്തേക്ക് ഒരു 3 കള്ളി ജനലുണ്ട്. അതുപോലെ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ട് 2 കള്ളി ജനലെല്ലാം. പിന്നെ വിശദമായിട്ട് നമ്മൾ ഓരോന്ന് തന്നെ കാണിക്കുന്നു. അതെ, പിന്നെ ഡോറൊക്കെ കണ്ടില്ല, ഫുള്ള് മരത്തിന്റെ തന്നെയാണ് ഡോറൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അകത്തോട്ടും കൂടി ഒന്ന് പോയിട്ട് അകത്തെ സൗകര്യമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം പാ. ഇനി നമ്മൾ അകത്തോട്ടൊന്ന് പോയി കാണാം. അതിന് മുന്നേ മെയിൻ ഡോർ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നോക്കിയാണെ നല്ല രസമുള്ള കൊത്തുപണിയും ഒക്കെ ചെയ്തിട്ട് നല്ല രസമുള്ള കൊത്തുപണിയാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് മരത്തിൻ്റെ ആണ്. ജനല്, വാതില്, കട്ടില എല്ലാ സാധനങ്ങളും ഫുള്ള് മരത്തിന്റെ തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അതെ, ഇപ്പൊ നിലവിലൊരു 6 ആൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യത്തിനുള്ളൊരു മേശയ്ക്കാണ് ഇപ്പൊ നിലവിൽ നമ്മളൊരു ഹാളിനകത്ത് ഇട്ടിട്ടുള്ളത്. പിന്നെ നേരെ നമ്മൾ എല്ലായിടത്തും ഒരേ കളർ ടൈൽ തന്നെയാണ് എല്ലായിടത്തും ഇട്ടിട്ടുള്ളത്. ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. പിന്നെ റൂഫ് ഇതവിടെ റൂഫ് ടൈലെല്ലാം ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് ഒരു 3 കള്ളി ജനലുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ടുള്ള കാഴ്ചക്ക് ഈ ഭാഗത്തേക്ക് ഒരു 3 കള്ളി ജനലെല്ലാം വരുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി റൂമുകളൊക്കെ ഒന്ന് കണ്ടാലോ. അതെ, ഇങ്ങോട്ട് പോവാം. ഇതാണ് 2ാമത്തെ റൂം കേട്ടോ. ഈ റൂം ഇപ്പോൾ നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. 2 സൈഡിലോട്ട് 3 കള്ളി ജനൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല നിന്നിരിക്കാനൊക്കെ സ്ഥല സൗകര്യമുള്ള റൂം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ 2 കട്ടിലൊക്കെയാണ് ഈ റൂമിനകത്ത് ഇട്ടിട്ടുള്ളത് കേട്ടോ. 2 കട്ടില്, അലമാരയൊക്കെ ഇടാനും എന്നാലും സ്ഥല സൗകര്യം ബാക്കിയുണ്ട് അല്ലേ. അതെ, പിന്നെ നമുക്ക് ഷെൽഫൊക്കെ ഉണ്ട്. ഷെൽഫ് ഉണ്ട്. അതുപോലെ ലീക്കൊന്നുമില്ല, റൂഫിന് ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് നീറ്റ് തന്നെയാണ് കേട്ടോ.
ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോട്ട് നിങ്ങൾ മേടിക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു വീടും സ്ഥലവും മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള ആരാധനാലയങ്ങൾ പറഞ്ഞാൽ ഇവിടെ നെടുമുണ്ട് എത്തിക്കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ദൂരമുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്ത്യൻ പള്ളി ഉണ്ട്, അതുപോലെ തന്നെ അമ്പലങ്ങളുണ്ട്. ഇങ്ങോട്ട് വരും നമുക്ക്. അതുപോലെ തന്നെ പിള്ളേരെ മുസ്ലിം പള്ളിയൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. സ്കൂളൊക്കെ നമുക്ക് കുറുമാത്തൂർ എത്തിക്കഴിഞ്ഞാൽ കുറുമാത്തൂർ സ്കൂളെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് 3ാമത്തെ റൂം കേട്ടോ. ഈ റൂമും കണ്ടില്ല, വലിയ റൂം തന്നെയാണ്. ഫുള്ള് നീറ്റ് തന്നെയാണ് കേട്ടോ. റാക്ക് ഉണ്ട്, ഷെൽഫ് ഉണ്ട്, നല്ല സ്ഥല സൗകര്യമുള്ള റൂം തന്നെയാണ്. നേരത്തെ കണ്ട അതേ കളറ് ടൈൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരി, നമുക്ക് ഈ ഒരു വീടിൻ്റെ അടുക്കളയിൽ നിന്ന് പോയിട്ട് കാണാം കേട്ടോ. ഇങ്ങോട്ട് വാ. നമ്മൾ ഇങ്ങോട്ട് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്റ്റെയർ ആണ് ഈ കാണുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് അതെ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റെയർ കേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അവിടെ വേണമെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇവിടെ വാഷിംഗ് മെഷീൻ എല്ലാം ഇട്ടേക്കാണ്. ഇപ്പോൾ ഈ ഒരു സൈഡിൽ കേട്ടോ ഒരു വാഷ് ബേസിൻ എല്ലാം ആക്കിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഈ സൈഡ് ഇവിടെ ഫാബ്രിക്കേഷൻ്റെ വർക്കെല്ലാം ചെയ്ത് സ്റ്റോറേജ് സ്പേസ് ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ അടുക്കളയിലാണുള്ളത്. അടുക്കളയിൽ വേറെ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല നിന്നിരിക്കാനൊക്കെ സ്ഥല സൗകര്യമുള്ള ഒരു അടുക്കള തന്നെയാണ്. പാതകല്ലുണ്ട്, ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാനുള്ള പാതകല്ലുണ്ട്. അതുപോലെ പൊടികളൊക്കെ വെക്കാനുള്ള ഷെൽഫ് ഉണ്ട്, റാക്ക് ഉണ്ട്. പിന്നെ നമുക്ക് പാത്രം കഴുകാനൊക്കെ നമുക്ക് അകത്തുനിന്നെല്ലാം കഴുകാനുള്ള സിങ്കും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. വിറകടുപ്പുണ്ട്, പുറത്ത് വേറെ വിറകടുപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിനുള്ള സൗകര്യം കൂടി ഉണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് അടുക്കളയിൽ സ്റ്റോറേജ് സ്പേസും കൂടി ഉണ്ട് കേട്ടോ. സ്റ്റോർ റൂമാണിത്. പാത്രങ്ങളൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിനുള്ള സ്റ്റോർ റൂമാണിത്. അടുക്കളയിൽ നമ്മൾ ഇങ്ങോട്ട് പുറത്തോട്ട് വരാന്നുണ്ടെങ്കിൽ നമുക്കൊരു വർക്ക് ഏരിയയും കൂടി ഉണ്ട് കേട്ടോ. അടുക്കളയിലും വർക്ക് ഏരിയയിലും ഒരേ കളറ് ടൈലാണ് ഇട്ടേക്കുന്നത്, കണ്ടില്ലേ? ഒരേപോലത്തെ ടൈലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ബാത്റൂമും കൂടി ഉണ്ട്. നല്ല വലിയ ബാത്റൂം തന്നെയാണ് കേട്ടോ. അത്യാവശ്യം വലിയ ബാത്റൂം തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു വർക്ക് ഏരിയൻ്റെ ഈ സൈഡിലെല്ലാം ഫുള്ള് ഇവിടെ എല്ലാം ഗ്രില്ലിട്ടേക്കാണ്. അതുകൊണ്ട് പൂച്ചയോ അങ്ങനത്തെ എന്താ പറയുക ജന്തുക്കളെ കൊണ്ടുള്ള ശല്യമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫുൾ അടച്ചുറപ്പാക്കിയിട്ടേക്കാണ് മൊത്തത്തിൽ കേട്ടോ. പിന്നെ ഇവിടെ പാത്രം കഴുകാനുള്ള സിങ്കെല്ലാം ഇവിടെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ഒരു അരകല്ലൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഇവിടെ വെക്കാനുള്ള അതിനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ വീടിൻ്റെ മൊത്തത്തിലുള്ള സൗകര്യങ്ങൾ കണ്ടു കഴിഞ്ഞില്ലേ? ഇപ്പം നമുക്ക് വെള്ളത്തിന്റെ സൗകര്യം കാണിച്ചു കൊടുക്കണം. കിണറുണ്ട്, ബോർവെൽ ഉണ്ട്, ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉണ്ട്. പിന്നെ ഈ ഒരു പറമ്പിന്റെ ഈ ഒരു ഭാഗം കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണം അല്ലേ? ഇനി നമുക്ക് ബാക്ക് സൈഡിൽ പറമ്പിലോട്ട് പോയിട്ട് മൊത്തത്തിലൊന്ന് പോയിട്ട് കാണാം നമുക്ക്. അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിനുള്ള എന്തൊക്കെയാണ് കാണിച്ചു കൊടുക്കട്ടോ. നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് ഉള്ളത് കാണിച്ചു തരാം. നമുക്കിപ്പോൾ നിലവിൽ നമുക്ക് ഫസ്റ്റ് ഇതാ ഇവിടെ കയറി വരുന്നിടത്ത് ഇവിടെ തന്നെ ജപ്പാൻ കുടിവെള്ള പദ്ധതിൻ്റെ പൈപ്പ് കണക്ഷനാണ് ഈ കാണുന്നത് കേട്ടോ. അത് ഈ കാണുന്നത് ഇപ്പൊ കണക്ഷൻ കട്ടാക്കിയിട്ടേക്കാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ഷൻ എടുക്കണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. വെള്ളമൊക്കെ ഇഷ്ടം പോലെ, വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യമോ ക്ഷാമങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ അടുത്ത് നമുക്ക് ഇനി ബോർവെല്ലും കൂടി ഉണ്ട്. ബോർവെല്ല് ഈ സൈഡിലാണുള്ളത്. ഈ കാണുന്നതാണ് ബോർവെല്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. 365 ദിവസം വെള്ളം കിട്ടും. പിന്നെ ഇതാണ് നമ്മളെ പറമ്പിനകത്തുള്ള ബോർവെല്. നനയ്ക്കണം എന്നുണ്ടെങ്കിൽ നനയ്ക്കാം. പിന്നെ നിങ്ങളൊരു കൃഷിക്കാരനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീടൊക്കെ എടുത്തിട്ട് പിന്നെ ബാക്കി സ്ഥലങ്ങളിൽ കൃഷി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ചെയ്യാം. പിന്നെ പറമ്പിൽ എല്ലായിടത്തും ഇതുപോലെ സ്പ്രിംഗ്ലർ എല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ, വേനൽക്കെല്ലാം നനയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടുത്തതുള്ളത് അങ്ങോട്ട് ബാക്ക് സൈഡിൽ പോയിട്ട് കിണറെല്ലാം കാണിച്ചു കൊടുക്കട്ടോ. അതിന് മുന്നേ അതിര് താങ്ങണ ആ ഒരു അത്രയും ദൂരം ഉണ്ട് കേട്ടോ. അവിടുന്ന് മുതൽ താങ്ങണ് ഇതുവരെയാണ് നമ്മളെ പ്ലോട്ടിന്റെ ഒരു വീതി എന്ന് പറഞ്ഞാൽ ആ മതിൽക്കെട്ട് അത് അങ്ങനെ അങ്ങോട്ട് ആ സൈഡിലോട്ട് പോകും. അവിടുത്തെ അതിര് അത്. പിന്നെ ഇവിടുത്തെ അതിരെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിൽ കെട്ടുണ്ട്. ഈ തെങ്ങ് നിൽക്കണതിൻ്റെ സൈഡിലാണ് ഇവിടുത്തെ കെട്ട് വരുന്നത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ അതിര്. നമ്മൾ അവിടെ നിന്ന് കാണിച്ചു കൊടുത്താണ്. പിന്നെ പറമ്പിൽ വീടിൻ്റെ മുറ്റത്തിൻ്റെ സൈഡ് വഴിയൊക്കെ തെങ്ങുകൾ കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ. തെങ്ങുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് അടുത്തൊരു സോഴ്സ് പറഞ്ഞാൽ കിണറാണുള്ളത് കേട്ടോ. വെള്ളമൊക്കെ ഇഷ്ടം പോലെ, വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ ഇല്ല. ഇതാ വെള്ളം കണ്ടല്ലേ നിങ്ങൾ? നല്ല വെള്ളമുള്ള കിണറാണ് കേട്ടോ. 365 ദിവസം ഇതാണ് വെള്ളം കിട്ടും. നല്ല തെളിഞ്ഞ വെള്ളം അല്ലേ? അതെ, അതെല്ലാം നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇത് ഫുൾ ടൈം ഉണ്ടാവും, വറ്റൊന്നുമില്ല. വേനൽക്കാണേലും വെള്ളം എല്ലാം ഉണ്ടാവും. നമ്മള് വീടിന്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ കേട്ടോ. നമ്മൾ ആ വീടിന്റെ ആ ഒരു ഭാഗത്തോട്ടൊക്കെ അങ്ങോട്ടാണെങ്കിലും വീടുകളുണ്ട്. അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. നമ്മൾ ഈ ഒരു അതിരിനോട് ചേർന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. പിന്നെ ബാക്ക് സൈഡിൽ അതിര് ഇതാ ആ കമ്പിവേലി ഇട്ടേക്കാണ്. മൊത്തത്തിൽ ആ ഒരു സൈഡ് ഫുള്ള് കമ്പിവേലി ഇട്ടേക്കാണ് കേട്ടോ. അതിലെല്ലാം ഫുള്ള് ക്ലിയർ ആക്കി ഇട്ടേക്കുന്നതാണ്. പിന്നെ ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ള് തെങ്ങുകൾ തന്നെയാണുള്ളത്. ചെറിയൊരു തൊഴുത്തൊക്കെ ഉണ്ട്. ഒന്ന് ചെറിയൊരു മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മേലെ ഡ്രസ് വർക്കൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ പശുവിനെ ആടിനൊക്കെ വളർത്താം. പിന്നെ മഴയാണ്, അതുകൊണ്ട് ചെറിയ രീതിയിൽ കുറച്ച് കാടുണ്ട് കേട്ടോ. എന്നാലും കാടൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ ഒന്ന് തെളിച്ചാക്കി കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ നമ്മളെ പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. കണ്ടല്ലോ, തെങ്ങൊക്കെ കണ്ടല്ലോ, അത്യാവശ്യം കായൊക്കെ പിടിക്കുന്നതാണ് അല്ലേ? അതെ.
നല്ല കായ പിടിക്കുന്ന തെങ്ങുകളൊക്കെയാണുള്ളത്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 2 വീടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വീട് വെക്കാനുള്ള അതിനുള്ള സ്ഥലവും സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിലും പ്ലോട്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ വേണമെന്നുണ്ടെങ്കിൽ മുറിച്ച് കൊടുക്കാനും പറ്റും. അതെ. അപ്പോൾ അത്രയ്ക്കാണ് ഈ ഒരു ഭാഗത്തൂടെ കാണിച്ചു കൊടുക്കാം. ആ സൈഡിന് പോലെ ഈ ഒരു ഭാഗത്ത് ചെറിയ സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ വിറക് വരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്ത് വേറെ സ്റ്റോർ റൂമൊക്കെ ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആക്കുകയും ചെയ്യട്ടോ. അപ്പോൾ അതിനൊക്കെ പറ്റും. കുറച്ച് മെയിൻ്റനൻസ് വർക്ക് ഉണ്ട്, ഡ്രസ് വർക്ക് എല്ലാം ചെയ്യാനും ഡോറും കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ ഉള്ള കുറച്ച് പണികളുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽ പറഞ്ഞാൽ. അപ്പോൾ വീടും സ്ഥലമൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പിന്നെ നെടുമുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമുക്ക് 1/2 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. മൊത്തം 42 സെൻറ്റ് സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്തിന് ഈ കാണുന്ന ഒരു 1100 സ്ക്വയർ ഫീറ്റ് പണിത് ഈ ഒരു വീടിനും കൂടി ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 55 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യട്ടോ. നമ്പർ 98 95 18 18 86 ആണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയിലോ റിലേഷനിൽപ്പെട്ട ആരെങ്കിലും ഇതേപോലെ ഈ ഒരു ഏരിയയിൽ സ്ഥലങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിട്ടിലും പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. ബൈ ബൈ ബൈ.